ഡാമേജ് ആക്കുന്ന കണ്ടമാനം ഓയിൽ കഴിച്ചാൽ, ആവശ്യമില്ലാത്ത ഓയിലുകൾ കഴിച്ചാൽ കരളിനെയാണ്. കാരണം കരൾ ഇത് എന്ത് ചെയ്യുമ്പോൾ അറിയാം, ഇവര് ദഹിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എവിടെ ഇല്ല, സമയമില്ല. അതുകൊണ്ട് ഇതെന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യും. നമ്മളൊരു പണി കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യും, വീട്ടിലെ പണി കൂടുതലാണ് ഈ ശാലം കുറച്ച് കഴിഞ്ഞ് ചെയ്യാം അല്ലേ. പക്ഷെ പണി വന്നിട്ട് കയറുവാണെങ്കിൽ മാറ്റിവെച്ച സാധനം എന്ത് ചെയ്തില്ല, ആ പണി അവിടെ കിടക്കും. ഇതാണ് കരളിന് വരുന്നത്. കരളിൽ മാറ്റി വെക്കുന്നത് എവിടെ ചെയ്യും, അവിടെ തന്നെ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഫാറ്റി ലിവർ ആവും. കാരണം ഈ കൊഴുപ്പടിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്താവും, ഫാറ്റി ലിവർ എന്ന് പറഞ്ഞിട്ടുള്ള അത് ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് ഇത് ക്രമേണ സിറോസിസിലേക്ക് വരും. ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കണം. പിന്നെ ഇത് എന്താവും, ഇത് പ്രശ്നത്തിലേക്ക് പോകും. കരട് പോയാൽ നിങ്ങൾ ഓർക്കുക, ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതിൽ രണ്ട് മനുഷ്യരുടെ ഉള്ളില് രണ്ട് കാര്യങ്ങൾ പ്രത്യേകത, രണ്ടെണ്ണം ഏതറിയാം. ഒന്ന് കിഡ്നി, രണ്ടെണ്ണം മനുഷ്യർ. കാരണം ഇത് ആവശ്യം വരുന്ന നാട്ടറിയാം, ഇത് ഒരെണ്ണം കൊണ്ട് തികയത്തില്ല നാട്ടറിയാം. ഹലോ, ഇന്ന് ഹാർട്ട് രണ്ടെണ്ണം നോക്കാൻ പറ്റാം. അപ്പൊ കിഡ്നി എന്ന് പറയുന്നത് ഒരു ദിവസം 360 പ്രാവശ്യം നമ്മുടെ ശരീരത്തിൽ ചെയ്യും. 360 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ. ഒരു ഡയാലിസിന്റെ വില എന്താണ്? ഒരു ഡയാലിസിന്റെ വില എത്രയാണ്? 2000 രൂപ 2500 കൊടുക്കേണ്ട ഡയാലിസിസ് ചെയ്യാൻ 360 ഡയാലിസിന്റെ കിഡ്നി ഒരു ദിവസം എത്ര രൂപ പണി ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ? അപ്പൊ നോക്കുക, എന്ന് പറഞ്ഞ പോലെ കിഡ്നിയും ലിവറിന്റെ പ്രത്യേകതയാണ്. കട്ട് ചെയ്താലും എന്ത് ചെയ്യും, അതിനകത്ത് റിപ്പയർ കോശങ്ങളുണ്ട്. അതിനെ വീണ്ടും പഴയ സ്ഥിതിയിൽ ആക്കും. എന്ന് വെച്ചാൽ ആ രണ്ട് അവയവത്തിന് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. കാരണം ഈ രണ്ട് അവയവങ്ങളും നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ രണ്ട് അവയവങ്ങളുമാണ് ഇത് ഏറ്റവും കൂടുതൽ കിഡ്നി ഫെയിലിയർ ആകുന്നവരുടെ എണ്ണം